ഹലോ എവരിവൺ, മോജോ ഓട്ടോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏറ്റവും പുതിയൊരു ഫ്രോൺസിൽ നമ്മൾ ചെയ്ത ഒരു കിഡിലൻ സീറ്റ് കവർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ നമ്മൾ സീറ്റ് കവേഴ്സിന്റെ വീഡിയോ ചെയ്ത സമയത്തൊക്കെ നമുക്ക് നല്ല റെസ്പോൺസ് യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പലരും അതിന്റെ ഓരോ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുതിയ കൺസെപ്റ്റ് സീറ്റ് കവർ ഏറ്റവും ട്രെൻഡിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനെ നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ഫുൾ പ്രോസസ്സും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ്സിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡലാണ് കമ്പനിയിൽ നിന്ന് വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഫ്രോൺസിൽ ഉണ്ടാകുന്നത്. അതിൽ ഒരു ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡും അതേപോലെ തന്നെ മിഡിലൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡും ആണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടീൻ്റെ അകത്ത് ഒരു ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചൊരു ഡൾ ലുക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് കസ്റ്റമർ നമ്മളോട് സീറ്റ് കവർ ഇതിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറിൽ ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. നമ്മൾ അദ്ദേഹത്തിന് എല്ലാ കളേഴ്സും കാണിച്ചു കൊടുത്തു. മൊത്തത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് മെറൂൺ കളറായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു മെറൂൺ ഇന്റീരിയറിലേക്കാണ് ഈ വാഹനത്തെ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിൽ നമ്മളിപ്പോൾ സീറ്റ് കവർ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ പിന്നീട് നമ്മളുടെ അടുത്ത് നിന്ന് ഡോർ പാഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വണ്ടി കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വർക്കിൽ നമ്മൾ മേജറായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ മെറൂൺ ലുക്കിലേക്ക് ഈ വാഹനത്തിൻ്റെ സീറ്റ് കവേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് സീറ്റ്സും റിമൂവ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പുറത്തുനിന്നാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. വണ്ടിക്ക് അകത്ത് നിന്ന് ചെയ്യാനുള്ളൊരു സൗകര്യക്കുറവ് കൊണ്ടാണ് നമ്മൾ സീറ്റ് പുറത്തേക്ക് എടുത്തിട്ട് പുറത്തുനിന്ന് ഇത് ചെയ്യുന്നത്. ടൈറ്റ് ഫിറ്റിങ്ങിൽ പ്രോപ്പർ ഫിറ്റിങ്ങോട് കൂടിയാണ് ഫ്രോൺസിലെന്നല്ല എല്ലാ വാഹനത്തിലും നമ്മൾ ഈ ഒരു സീറ്റ് കവർ ജോബ് ചെയ്തു കൊടുക്കാറുള്ളത്. ഇത്തവണ നമുക്ക് ഓട്ടോലോക്ക് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഓട്ടോലോക്കിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾ കാണുന്ന ഡിസൈനിനെ പറയാൻ പറ്റും. എന്താ വെച്ചാൽ ഇതിന്റെ ഫിനിഷിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും ട്രെൻഡിങ് ആയി ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളൊരു ഡിസൈനായി മാറിയത് എന്ന് മനസ്സിലാവും. ഈ ഒരു ഫ്രോൺസിന്റെ സീറ്റിൽ നമുക്ക് എയർ ബാഗ് ഒന്നും വരാത്തതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സീറ്റ് കവറിൽ നിങ്ങൾക്ക് എയർ ബാഗ് വരുന്നുണ്ടെങ്കിൽ പോലും അതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അവിടെ ഒരു സിബ് കൊടുക്കണം എന്ന് മാത്രം. അങ്ങനത്തെ വർക്കുകളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. കണ്ടില്ലേ, ഇതാണ് കംപ്ലീറ്റ് മെറൂൺ ലുക്കിലേക്ക് വന്ന നമ്മുടെ ഫ്രോൺസിൻ്റെ സീറ്റ് കവേഴ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി സീറ്റിൽ അത്യാവശ്യം നല്ല കുഷനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ കൂടെ തന്നെ നല്ല കുഷനിങ്ങും കൂടെ വരുന്നതുകൊണ്ട് നല്ല കംഫർട്ടാണ് ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് ഫ്രോൺസിൽ, സുസുക്കിയുടെ ഫ്രോൺസിൽ നമ്മൾ സീറ്റ് കവർ ചെയ്തതാണ്. അതേ സെയിം ബ്രാൻഡ് നമ്മുടെ ഓട്ടോലോക്ക് ബ്രാൻഡിൽ വരുന്ന വേറൊരു സീറ്റ് കവറും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. വോൾസ്വാഗൻ ടൈഗൂണിലേക്കാണ് നമുക്ക് ഈ ഒരു സീറ്റ് കവർ ചെയ്യാനുള്ളത്. ഈ ഒരു ലോഗോ കണ്ടോ നിങ്ങൾ? നമുക്ക് അത്രയും ഫിനിഷിങ്ങിലാണ് ഇതിന്റെ ഓരോ പീസസും വരുന്നത്. ഈ ഒരു ഡിസൈനാണ് ശരിക്കും നമുക്ക് നേരത്തെ ആ ഫ്രോൺസിൽ ചെയ്ത അതേ ഡിസൈൻ. ഇത് ഗ്രേ കളറിലാണ് വരുന്നതെന്ന് മാത്രം. അത്രയും പക്ക ഫിനിഷിങ്ങിൽ അത്രയും ക്വാളിറ്റി ഉള്ള റെക്സിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സീറ്റ് കവർ മേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ ബാക്കിയുള്ള എലമെന്റ്സ് ആണ്. ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കുഷനിങ്ങും കാര്യങ്ങളൊക്കെ എത്രത്തോളം തിക്നെസ്സിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്ക് 12 mm തിക്നെസ്സിലാണ് ഈ ഒരു സീറ്റ് കവറിന്റെ കുഷനിങ് വരുന്നത്. ഇത് കണ്ടോ, കുറച്ചുകൂടെ പഞ്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ ഒരു തിക്നെസ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകാത്തത്. നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടും കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തിക്നെസ് ഉള്ള ഒരു കുഷൻ നമുക്ക് സീറ്റ് കവറിന്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലിംഗ് കംഫർട്ട് നല്ല ഹൈ ആയിരിക്കും. നമുക്ക് ഓരോ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് പുറത്ത് വേർക്കുന്ന പ്രശ്നമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഓരോ എലമെന്റ്സിലും കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് എല്ലാ സീറ്റ്സിന്റെയും ചാരുന്ന ഭാഗത്തും ഇരിക്കുന്ന ഭാഗത്തും ഒക്കെ വരുന്ന പീസസ് ആണിത്. ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല ഹൈ പാക്കിങ്ങിലാണ് നമുക്ക് ഈ ഒരു ഓട്ടോലോക്ക് ബ്രാൻഡ് സീറ്റ് കവേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വാഹനങ്ങൾക്കും ഇത് സൂട്ടാക്കി എടുക്കാം. നമുക്ക് 5-6 കൊല്ലം എന്തായാലും നിങ്ങൾക്ക് ലൈഫ് അഷ്വറൻസ് പറയാൻ പറ്റും. വളരെ വളരെ ട്രസ്റ്റ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് ഓട്ടോലോക്ക് എന്ന് പറയുന്ന ഈ ഒരു സീറ്റ് കവേഴ്സ്. എല്ലാ വാഹനങ്ങൾക്കും ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലിനനുസരിച്ച് കളറിനനുസരിച്ച് നമ്മുടെ വാഹനത്തിന് ഇന്റീരിയറിന് മാച്ച് ആവുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സീറ്റ് കവർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സീറ്റ് കവർ ഓട്ടോലോക്ക് എന്ന് പറയുന്ന ബ്രാൻഡിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഫുൾ ലെങ്ത്തിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സീറ്റിനെ കുറിച്ചൊക്കെ ഉള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നമ്മളെ അറിയിക്കുക. അല്ലെങ്കിൽ നമ്മളെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടന്റ്സ് നമ്മളെ പേജിൽ ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അവരോടും പറയുക. ഇനിയും നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല കുറേ കണ്ടന്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്